ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നരസിംഹ ജയന്തി ആശംസകൾ. നരസിംഹ ജയന്തി സ്പെഷ്യലായിട്ട് ഒരു ലക്ഷ്മി നൃസിംഹ സ്തോത്രം ചൊല്ലാം. നമ്മുടെ തന്നെ കമലാദേവി കുഞ്ഞമ്മയുടെ രചനയാണ്. കമലാദേവി കുഞ്ഞമ്മ കോട്ടയം ഉഴവൂരിനടുത്ത് ക്ഷേത്രത്തിൻ്റെ പേരുമാണ്. ആദിനാരായണ ക്ഷേത്രം. സ്ഥലപ്പേര് ഓർമ്മ വരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം പോയ ക്ഷേത്രമാണ്. കുട വെച്ച് ആരംഭിക്കുന്നു. അമ്മമാർ തന്നെ പറയും, ഞാൻ മറന്നു ക്ഷേത്രത്തിൻ്റെ പേര്. അവിടെ ആദിനാരായണനും ലക്ഷ്മി നരസിംഹസ്വാമിയുമാണ്. അപ്പോൾ ആ ലക്ഷ്മി നരസിംഹ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള സ്തോത്രം അമ്മ രചിച്ചതാണ് നമ്മുടെ കമലാദേവി കുഞ്ഞമ്മ. എന്താ അമ്മ അമ്പലത്തിൻ്റെ ആ സ്ഥലപ്പേര് ഇന്ന് നോട്ട് ചെയ്യൂ, മറന്നു. കുത്താട്ടുകുളം അടുത്ത് കേൾക്കുന്നില്ല, പറഞ്ഞത് മനസ്സിലായില്ല. എന്തായാലും അമ്മമാർ നോട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ആ ലക്ഷ്മി നൃസിംഹ, ഇതാ കുടക്കച്ചിറ. കുടക്കച്ചിറ ആദിനാരായണ ലക്ഷ്മി നൃസിംഹ ക്ഷേത്രം. അവിടുത്തെ ലക്ഷ്മി നൃസിംഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതിയാണ്. 10 ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം ക്ഷീരാബ്ധിശായിനമനന്തമതിപ്രസന്നം യോഗീന്ദ്രമാമുനിവരൈർനുതമാദിദേവം ജ്ഞാനസ്വരൂപമഖിലാർത്തിഹരം ത്രിനേത്രം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. പ്രഹ്ലാദബാലകമനോനയനാഭിരാമം ഭോഗീന്ദ്രഭോഗവലയസ്ഥിതമത്യുദാരം
ഭക്തൈകദൃശ്യമസുരാന്വയഭീതിരൂപം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. നാഗേന്ദ്രഛത്രകമണിപ്രവരോഗ്രശോഭം നാഗാരിസേവിതമനന്തഗുണാധിവാസം നാഗാരിവാഹനമപാരദയാദിനാഥം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. ഭക്തിപ്രസാദസുമുഖം കരുണാമൃതശ്രീയുക്തം മനോഹരമനുഗ്രഹപൂർണഭാവം ശക്തിസ്വരൂപമഭയപ്രദമാർത്തബന്ധും ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. ജ്ഞാനപ്രഭാപരിലസദ്വദനാരവിന്ദം ലോകാഭിരാമമതിമോഹനമന്ദഹാസം ലക്ഷ്മീകടാക്ഷസുഭഗം നയനാഭിരാമം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. വാത്സല്യഭാവഭരിതം പുളകാഞ്ചിതം ശ്രീസംപൂജിതം ഭുവനമോഹനമാത്മശോഭം സർവാത്മരൂപമഘനാശനമാത്മദേവം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. ദുർവാരദുഷ്കൃതവിനാശകരം വിശുദ്ധം ലോകാർത്തിനാശനമനുഗ്രഹപുണ്യവർഷം പ്രഹ്ലാദപൂജിതമനോഹരപാദയുഗ്മം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. ശ്രീനാരദാദിമുനിസേവിതമദ്ഭുതാംഗം മായാമയം ഭവഭയാപഹമാത്മനിഷ്ഠം കാരുണ്യഭാവരുചിരം ഹൃദയാധിവാസം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. ഭക്താർത്തിനാശനമനംഗജിതം പ്രശാന്തം മുക്തിപ്രദം മുനിനിഷേവിതമാപ്തകാമം സത്യാത്മകം സകലഭീതിഹരം ദയാർദ്രം ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. നാരായണാച്യുതമുകുന്ദ ഹരേ മുരാരേ ശ്രീകൃഷ്ണ രാമ മധുസൂദന പദ്മനാഭ ഗോവിന്ദ കേശവ ജനാർദ്ദന വാസുദേവ ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. ലക്ഷ്മീ നൃസിംഹമനിശം ഹൃദി ഭാവയാമി. ശ്രീമതി കമലാദേവി കുഞ്ഞമ്മാകൃതം ലക്ഷ്മീ നൃസിംഹസ്തോത്രം സമ്പൂർണം. കമലാദേവി കുഞ്ഞമ്മയ്ക്ക് ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ ഈ സ്തോത്രം ആ ക്ഷേത്രത്തിൽ ഇന്ന് അവിടെയുള്ള ഭക്തന്മാരെല്ലാവരും പഠിച്ചു ചൊല്ലുന്നുണ്ട്.
ഇന്ന് അവതരിപ്പിക്കുന്നത് നരസിംഹ ജയന്തിക്ക്. അപ്പോൾ അവർക്കും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കേട്ട നിങ്ങൾക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. നിങ്ങളും ഈ സ്തോത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലൂടെ ചോദിച്ചാൽ അയച്ചു തരാം. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നരസിംഹ ജയന്തി. അതുപോലെ ഇന്ന് വേൾഡ് മദേഴ്സ് ഡേ ആണ്. എല്ലാ അമ്മമാർക്കും നമസ്കാരം. ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരീ ഏകസ്യാപി ച ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. എല്ലാ അമ്മമാർക്കും നമസ്കാരം. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 52-ാം അധ്യായം രുക്മിണി സ്വയംവര ഭാഗമാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതഗോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ
യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. നരസിംഹ ജയന്തി ആശംസകൾ. മദേഴ്സ് ഡേ അല്ലെങ്കിൽ മാതൃദിന ആശംസകൾ. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവതജ്ഞാന ഗംഗ ദശമസ്കന്ധം 52-ാം അധ്യായം. നമ്മൾ രുക്മിണി സ്വയംവര കഥ പ്രവേശിച്ചിരിക്കുകയാണ്. രുക്മിണി സ്വയംവര കഥ 3-ാമത്തെ എപ്പിസോഡേ ആയിട്ടുള്ളൂ. 52-ാം അധ്യായം 4-ാമത്തെ എപ്പിസോഡ്. ഞാൻ ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ളതിന് വ്യത്യാസമുണ്ട്, പിന്നീട് കറക്റ്റ് ചെയ്യാം. നാരായണ. ഇതിപ്പോൾ 3-ാമത്തെ ക്ലാസ്സാണ് രുക്മിണി സ്വയംവരത്തെ സംബന്ധിച്ച്. 52-ാം അധ്യായം 4-ാമത്തെ ക്ലാസ്. അപ്പോൾ പരീക്ഷിത്ത് രാജാവ് രുക്മിണി സ്വയംവര കഥ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ശ്രീ ശുകബ്രഹ്മർഷി പശ്ചാത്തലം രുക്മിണി സ്വയംവരത്തിൻ്റെ കഥകൾ ആരംഭിച്ചതാണ്. രുക്മിണി ഒരു ദൂതനെ അയച്ച ആ ദൂതൻ ഭഗവാനെ വന്ന് കണ്ട്, ബ്രാഹ്മണനാണ് അദ്ദേഹം, വന്ന് കണ്ടതും ഭഗവാൻ അദ്ദേഹത്തെ സൽക്കരിച്ചതും പിന്നീട് രുക്മിണിയുടെ സന്ദേശം അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 21-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 55-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ. തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനന. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുർ അനന്തരഃ
രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാ സതി. സോപസൃത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാഃ തം മേനേ സദൃശം പതിം താം ബുദ്ധിലക്ഷണൗദാര്യരൂപശീലഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിഡ രുക്മീ ചൈദ്യമമന്യത. തദവേത്യാസിതാപാംഗീ വൈദർഭീ ദുർമനാഭൃശം വിചിന്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാഹിണോദ്രുതം. ദ്വാരകാം സ സമഭ്യേത്യ പ്രതീഹാരൈഃ പ്രവേശിതഃ അപശ്യതാദ്യം പുരുഷം ആസീനം കാഞ്ചനാസനെ. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തം അവരുഹ്യ നിജാസനാദ് ഉപവേശ്യാർഹയാഞ്ചക്രേ യഥാത്മാനം ദിവൗകസഃ. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സതാം ഗതിഃ പാണിനാഭിമൃശൻ പാദൗ അവ്യഗ്രഹ തം അപൃച്ഛത. കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്തേ വൃദ്ധസമ്മതഃ വർത്തത്തെ നാദികൃച്ഛ്രേണ സന്തുഷ്ടമനസഃ സദാ. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാനസ്വാധർമാത് സഹി അസ്യാഖിലകാമദുഃഖ. അസന്തുഷ്ടോ സകൃത് ലോകാൻ ആപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ടഃ ശേതേ സർവാംഗവിജ്വരഃ. വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണഃ ശാന്താൻ നമസ്യേ ശിരസാ സകൃത. കച്ചിദ്വത്കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാഃ സുഖം വസന്തി വിഷയേ പാല്യമാനാഃ സമേ പ്രിയഃ. യതസ്ത്വം ആഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹി അഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ. ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിനാ ലീലാഗൃഹീതദേഹേന തസ്മൈ സർവം അവർണയത്. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം. രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. കാത്വാ മുകുന്ദമഹതീ കുലശീലരൂപവിദ്യാവയോ ദ്രവിണദാമഭിർ ആത്മതുല്യം ധീരാവതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. തന്മേ ഭവാൻ ഖലു വൃതഃ പതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി. മാ വീരഭാഗമവിമർശതു ചൈദ്യ ആരാത് ഗോമായുവൻ മൃഗപതേർബലിമംബുജാക്ഷ. പൂർത്തേഷ്ടദത്തനിയമവ്രതദേവ വിപ്രഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശഃ. ആരാധിതോ യദി ഗദാഗ്രജയേത്യപാണിം ഗൃഹാതു മേ ന ദമഘോഷസുതാദയോന്യേ. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തഃ സമേത്യ പൃഥനാപതിഭിഃ പരീതഃ. നിർമധ്യ ചൈത്യമഗതേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽകാം. അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം. പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർഗിരിജാമുപേയാത്. യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതമോ ബഹത്यै. യർഹ്യംബുജാക്ഷ ന ലഭേയഭവത്പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിः സ്യാത്. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യസന്ദേശാഃ യദുദേവ മയാ ഹൃതാഃ. വിമൃശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹ പ്രസ്താവേ ദ്വിപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്നലെ രുക്മിണിയുടെ സന്ദേശം 2 ശ്ലോകങ്ങൾ സാമാന്യം കണ്ടു. തുടർന്നുള്ള ശ്ലോകങ്ങൾ കാണാനുണ്ട്. അപ്പോൾ രുക്മിണിയുടെ ദൂതനായിട്ട് വന്ന ദ്വിജോത്തമനെ ഭഗവാൻ വേണ്ട രീതിയിൽ ഒരു ബ്രാഹ്മണനെ പൂജിച്ച് സൽക്കരിക്കുന്ന അതെല്ലാം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുശല പ്രശ്നങ്ങൾ ചെയ്തു. അഥവാ അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനത്തിന് എന്തെങ്കിലും വിഷമം നേരിട്ടുണ്ടോ, ഏത് രാജ്യത്തുനിന്നാണ് വരണം, ആ രാജ്യത്തെ രാജാവ് നിങ്ങളെ വേണ്ട പോലെ പരിപാലിക്കുന്നില്ലേ ഇത്യാദി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി അങ്ങ് എന്ത് കാര്യത്തിനാണ് വന്നത്, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്താണ് ബ്രാഹ്മണൻ തസ്മൈ സർവം അവർണയത്, അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും വർണ്ണിച്ചു. രുക്മിണിയുടെ അവസ്ഥ എന്താണ്, വിദർഭ രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, രുക്മിണിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് രുക്മിണിയുടെ സഹോദരനായ രുക്മി നിശ്ചയം ചെയ്തിരിക്കുന്നു. രുക്മിണിക്കാണെങ്കിൽ ഭഗവാനെയാണ് വിവാഹം ചെയ്യാൻ ഇഷ്ടം, അഥവാ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്നവളാണ്. ഈ കാര്യം രുക്മിണിയുടെ തന്നെ വാക്കുകളെ കൊണ്ട് സന്ദേശമായിട്ട് വായിക്കുകയാണ് ബ്രാഹ്മണൻ ചെയ്യുന്നത്. നമ്മൾ അത് 2 ശ്ലോകങ്ങൾ ഇന്നലെ കണ്ടു. ഹേ ഭുവനസുന്ദര, അങ്ങയുടെ ഗുണങ്ങളെ കേൾക്കുന്നവരുടെ കർണദ്വാരത്തിലൂടെ അങ്ങ് ഉള്ളിൽ പ്രവേശിച്ച് അവരുടെ ഉള്ളിലുള്ള സർവ്വതാപങ്ങളെയും ഹരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ ഗുണങ്ങളെയും കണ്ണുള്ളവർക്ക് കണ്ണുകളുടെ എല്ലാ ലാഭവും നൽകുന്നതായിട്ടുള്ള അങ്ങയുടെ രൂപവും അതിനെയും കേട്ടിട്ടും, ഹേ അച്യുത, നാശരഹിതനായിരിക്കുന്നവനെ, എൻ്റെ മനസ്സ്, എൻ്റെ ചിത്തം അപത്രപം ത്വയി ആവിശത്തി, ഒരു ലജ്ജയും കൂടാതെ അങ്ങയിൽ പ്രവേശിക്കുന്നു. ഈ വിഷയത്തിൽ എനിക്കൊട്ടും ലജ്ജയില്ല. മാത്രമല്ല, ഇത് അങ്ങ് തന്നെയാണ് എന്നെ ആകർഷിച്ചിരിക്കുന്നത്. ഒരു ശക്തിയേറിയ കാന്തത്തിൻ്റെ അടുത്തേക്ക് ഇരുമ്പ് വലിച്ചഴയ്ക്കപ്പെട്ടാൽ അവിടെ ഇരുമ്പിന് കർത്തൃത്വമില്ല, ഇരുമ്പിന് യാതൊരു ദോഷവുമില്ല. എന്താ ഇരുമ്പേ നീ ഇരുന്നിടത്തുനിന്ന് നീങ്ങിയത് എന്ന് ആർക്കും ചോദിക്കാൻ അവകാശമില്ല. കാരണം ഇരുമ്പിൻ്റെ അടുത്ത് കാന്തം, ശക്തിയുള്ള കാന്തം വന്നു, ഇരുമ്പ് ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഭുവനസുന്ദരനും അച്യുതനുമായ അങ്ങയുടെ എല്ലാ യോഗ്യതകളെയും മഹാത്മാക്കളിൽ നിന്ന് കേട്ട് 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 അങ്ങ് എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് എന്നെ കീഴടക്കിയിരിക്കുന്നു. അങ്ങയുടെ രൂപത്തെക്കുറിച്ചും എല്ലാം ഞാൻ കേട്ട് കേട്ട് എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കണം. അങ്ങ് കൃഷ്ണനല്ലേ, എല്ലാവരെയും ആകർഷിക്കുന്നവനല്ലേ. അപ്പോൾ ഇതിൽ എനിക്ക് യാതൊരു ലജ്ജയും തോന്നുന്നില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നതിന് എന്തിനാണ് നമ്മൾ ലജ്ജിക്കുന്നത്, അല്ലേ? ഒരു തരത്തിലുള്ള ലജ്ജയും എനിക്ക് ഈ വിഷയത്തിൽ ഇല്ല. അങ്ങയെ അല്ലാതെ പിന്നെ ആരെയാ വരിക്കേണ്ടത്, ആരെയാ സേവിക്കേണ്ടത്, ആരെയാ ഭർത്താവായിട്ട് ആഗ്രഹിക്കേണ്ടത്? അത് അടുത്ത ശ്ലോകത്തിൽ ചോദിച്ചു. ഗാത്വാം മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാഭയോദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീ നവൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം.
ഭഗവാനെ നൃസിംഹ എന്ന് വിളിച്ചത് ഇന്ന് തന്നെ നമുക്ക് അല്ലേ, നൃസിംഹ അവതാര ദിനം അല്ലെങ്കിൽ ജയന്തി ദിനത്തിൽ ഭഗവാനെ നൃസിംഹ എന്നുള്ളതായിട്ടുള്ള സംബോധന ചെയ്യാനുള്ള ഒരു ഭാഗവും കൂടി ഭാഗവതത്തിൽ വന്നു ചേർന്നു. ഈശ്വരാനുഗ്രഹം. അപ്പം അല്ലയോ മുകുന്ദ, മോക്ഷദാതാവായ ഭഗവാനെ, നൃസിംഹ, നരന്മാരിൽ വെച്ച് സിംഹത്തെ പോലെ ശ്രേഷ്ഠനായിരിക്കുന്നവനെ, പരാക്രമിയായിരിക്കുന്നവനെ, ഏതൊരു കുലവതി മഹതീ ധീര കാ കന്യ, കുലത്തിൽ ജനിച്ചവളും എല്ലാ ഗുണങ്ങളും തികഞ്ഞവളും മനസ്സിനെ അടക്കിയിരിക്കുന്നവളുമായ നല്ല ബുദ്ധി വൈഭവമുള്ളവളായിട്ടുള്ള ഏതൊരു കന്യയാണ് കുലശീല രൂപ വിദ്യ വയോ ദ്രവിണധാമഭിഹി ആത്മതുല്യം നരലോക മനോഭിരാമം ത്വാം കാലേ പതിം ന വൃണീത. അപ്പൊ അങ്ങയെ ത്വാം കാലേ വിവാഹകാലേ, കാലേ എന്നുള്ളത് ഇവിടെ വിവാഹകാലേ, പ്രായമായി കഴിയുമ്പോൾ, അർഹത നേടിക്കഴിയുമ്പോൾ അല്ലേ, കൊച്ചു കുട്ടികളാണെങ്കിൽ ആഗ്രഹിക്കാറായിട്ടില്ല എന്ന് പറയാം. വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ വൃദ്ധരായി കഴിഞ്ഞു, അങ്ങനെയുള്ളവർക്കും വിവാഹത്തിനായിക്കൊണ്ട് ആഗ്രഹിക്കാൻ പറ്റില്ല ഭഗവാനുമായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങയുടെ സമകാലീനരായിരിക്കുന്ന യുവതികളായിരിക്കുന്ന വിവാഹപ്രായം എത്തി നിൽക്കുന്നതായിട്ടുള്ള കന്യകമാർ ആരു തന്നെയും അല്പം വിവേകമുള്ളവരാണെങ്കിൽ, ധീരകളാണെങ്കിൽ, എല്ലാ ഗുണങ്ങളും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയെ തന്നെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കും. അത് നല്ല കുലത്തിലൊക്കെ ജനിക്കണം, നല്ല സുഹൃതം വേണം എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള സുഹൃതികളായിട്ടുള്ള ഒരുപാട് പേര് ഭഗവാനെ ഭജിക്കുന്നുണ്ട്, ഭഗവാനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. 16,008 പേരെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. ആ 16,008 എന്നുള്ളത് പ്രതീകാത്മകമാണ്. എന്താ പറയുക, എത്രയോ എണ്ണമില്ലാതെ, സംഖ്യയില്ലാതെ എന്നർത്ഥം. അതുപോലെ ഗോപികമാരായിട്ടുള്ളവരും ഒക്കെ ഭഗവാനെ അല്ലേ പതിയായി കിട്ടാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതും ഈ ഭഗവാനെ തന്നെയാണ്. അപ്പോൾ കുലം ശീലം രൂപം വിദ്യ വയോ ദ്രവിണ ദാമഭിഹി, ഇവിടെ എന്താ പറയുക, ഇവർക്കും ഈ യോഗ്യതകളൊക്കെ ഉണ്ട് എന്നൊരർത്ഥം. തിരിച്ച് ഭഗവാന് ഈ ഗുണങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിലുണ്ട്. നല്ല കുലമഹിമ, ശീലമഹിമ, രൂപ സൗന്ദര്യം, എല്ലാ വിദ്യകളും അറിഞ്ഞിരിക്കുന്നു. വയസ്സ് യൗവനമാണ്, ദ്രവിണം ധാമം, ഇതെല്ലാം പ്രഭാവമെല്ലാം തികഞ്ഞിരിക്കുന്ന ആത്മതുല്യം എന്നും കൂടി പറയുന്നതിന് ഇവിടെ തനിക്ക് തുല്യം എന്ന്, ആത്മതുല്യം എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥത്തിൽ ഈശ്വരതുല്യം, പരമാത്മതുല്യം എന്നർത്ഥം. അപ്പൊ ഈശ്വരതുല്യനായ എന്ന്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഷഡ് ഐശ്വര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ എന്ന് പറയുന്ന ആ ലക്ഷണങ്ങളുണ്ടല്ലോ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം ഇത്യാദി ഷഡ് ഐശ്വര്യങ്ങളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചതാണ് കുലശീല രൂപ വിദ്യ വയോദ്രവിണ ധാമങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെയാണ് എല്ലാവരും ഭജിക്കേണ്ടത് അല്ലേ. ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി, അങ്ങനെയുള്ള അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഭജിക്കുന്നത് എന്ന് പറഞ്ഞു. ഹന്തഭാഗ്യം ജനാനാം ഏതേ താവത് വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ എന്ന് മേൽപ്പത്തൂര് പറയുന്നുണ്ട്. മേൽപ്പത്തൂരിനെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ യോഗ്യതകളും തികഞ്ഞ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു, വേറൊരാളെയും ആശ്രയിക്കുന്നില്ല. അറിവില്ലാത്ത വേറെ ചിലരാണ് ക്ഷുദ്രം തേ ചക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം അല്ലെ. ക്ഷുദ്രമായിട്ടുള്ള ആ കൽപ്പവൃക്ഷത്തെ, ദേവേന്ദ്രന്റെ ഉദ്യാനത്തിലെ കൽപ്പവൃക്ഷത്തെ കാംക്ഷിക്കുന്നു അല്പന്മാരായിട്ടുള്ള ആളുകൾ. അപ്പൊ ഇവിടെ ഭഗവാന്റെ യോഗ്യതകളെ തന്നെയാണ് കുല ശീല രൂപ വിദ്യ വയോ ദ്രവിണ ധാമഭിഹി ആത്മതുല്യം.
ഈശ്വരതുല്യം, ഈശ്വരതുല്യനായിരിക്കുന്ന നരലോക മനോഭിരാമം. ഇപ്പൊ ഈ നരലോകത്തിൽ മനുഷ്യ ശരീരമെടുത്തുവെന്ന് എല്ലാവരുടെയും മനസ്സിനെയും അഭിരമിപ്പിക്കുന്നതായിട്ടുള്ള ത്വാം അങ്ങയെ കാ കന്യാ പതിംന വൃണീത, ഏത് കന്യകയാണ് പതിയായി വരിക്കാതിരിക്കുന്നവർക്കൊക്കെ മഹതീ വിനഷ്ടി അല്ലേ, മഹത്തായ നഷ്ടമാണ്, അവരുടെ ജന്മം പാഴായി പോകുന്നു എന്നർത്ഥം. അപ്പൊ ഈ മനുഷ്യജന്മം കിട്ടി ഭഗവാനെക്കുറിച്ച് അറിയാനും കഴിഞ്ഞു എങ്കിൽ പിന്നെ ഭജിക്കേണ്ടത് ഭഗവാനെ തന്നെയാണ്. മുചുകുന്ദൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയൊക്കെയോ ഈ മനുഷ്യജന്മം കിട്ടി, ഈ ജന്മം കൊണ്ട് ഭജിക്കേണ്ടത് പ്രാപിക്കേണ്ടത് ഭഗവാനെ തന്നെയാണ്. അതല്ലെങ്കിൽ അവൻ്റെ ജന്മം വിഫലമായി പോകുന്നു, നിഷ്ഫലമായി പോകുന്നു, വെറുതെ പാഴായി പോകുന്നു എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങയെ ഭർത്താവായിട്ട് ഭരിച്ചതിൽ യാതൊരു ദോഷവും ഇല്ല. അത് ഞാൻ തുറന്നു പറയുന്നതിലും ദോഷമില്ല. കാരണം എൻ്റെ കാര്യം ഞാനല്ലാതെ പിന്നെ ആരാ പറയുക? എനിക്ക് വേണ്ടി പറയാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ അല്ലേ, പറയേണ്ടവരൊക്കെ വായടച്ചിരിക്കുന്നു. ചിലർ എനിക്ക് എതിർപ്പും നിൽക്കുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെ വേണ്ട പോലെ ഉൾക്കൊള്ളാതെ മനസ്സിലാക്കിയിട്ടും എൻ്റെ ഇഷ്ടത്തെ പരിഗണിക്കാതെ അദ്ദേഹത്തിൻ്റെ രാഗദ്വേഷങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന് കൃഷ്ണനോട് ശത്രുതയുണ്ട് എന്ന് കരുതിയിട്ട് എന്നെ അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈഗോ അല്ലേ, അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ദുരഭിമാനങ്ങൾ, ഇതൊക്കെ കാരണമായിട്ട് അദ്ദേഹം തടസ്സം നിൽക്കുന്നു. അച്ഛനോ അമ്മയോ മറ്റു സഹോദരങ്ങളോ ബന്ധുക്കളോ ആരും തനിക്ക് സഹായമില്ലാതിരിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഞാനല്ലാതെ പിന്നെ ആരാ എൻ്റെ കാര്യം പറയുക? അതുകൊണ്ടൊരു ദോഷവും ഇല്ല. നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ള. എൻ്റെ ജീവിതം ഞാൻ വേണം നിശ്ചയിക്കാൻ, തിരഞ്ഞെടുക്കാൻ. എൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട്, എൻ്റെ ആനന്ദത്തിനായിക്കൊണ്ട്, എൻ്റെ സ്വാതന്ത്ര്യത്തിനായിക്കൊണ്ട്, എൻ്റെ സൗഖ്യത്തിനായിക്കൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ട്. ഇന്നത്തെ എല്ലാ പെൺകുട്ടികളും പറയുന്ന കാര്യം രുക്മിണി എന്നോ സൂചിപ്പിച്ചു എന്നർത്ഥം. നമ്മളവരെ മാനിക്കണം, ബഹുമാനിക്കണം. അവരുടെ ന്യായമായിട്ടുള്ള യുക്തമായിട്ടുള്ള വേണ്ട പോലെ വിവേകത്തോടുകൂടി എടുക്കുന്ന അങ്ങനെയുള്ള തീരുമാനങ്ങളെ നമുക്ക് വേണ്ട പോലെ വിചാരം ചെയ്ത് അംഗീകരിച്ചു കൊടുക്കുന്നതിൽ ദോഷം ഇല്ല. കാത്വാം മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാവജോ ദ്രവിണദാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം തന്മേ ഭവാൻ ഖലു വൃദ പതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീര ഭാഗമവിമർശതു ചൈദ്യ ആരാത് ഗോമായുവത് മൃഗപതേർബലിമംബുജാക്ഷ തന്മേ ഭവാൻ ഖലു വൃദ പതിരംഗജായാമാത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീര ഭാഗമഭിമർശതു ചൈദ്യ ആരാത് ഗോമായുവത് മൃഗപതേർബലിമംബുജാക്ഷ. അപ്പോ കാരണങ്ങളെല്ലാം പറഞ്ഞ് തൻ്റെ നിശ്ചയത്തെക്കുറിച്ച് അറിയിക്കുകയാണ്. തത് മേ ഭവാൻ ഖലു വൃതഃ പതിഹി അംഗ, ഹേ അംഗ, അല്ലയോ പൂജ്യനായിരിക്കുന്നവനെ, എല്ലാ യോഗ്യതകളോടും കൂടിയവനെ എന്നർത്ഥം. തത് എന്ന് പറഞ്ഞാൽ തസ്മാത്, മുകളിൽ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് എന്നർത്ഥം. മുൻ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് ഞാനിപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നു. തത് മേ ഭവാൻ പതിഹി വൃതഃ ഖലു, മേ മയാ, എന്നാൽ
ഭവാൻ അങ്ങ് പതിഹി വൃതഃ കലു, പതിയായി വരിക്കപ്പെട്ടു. ഞാൻ അങ്ങയെ തന്നെ എൻ്റെ പതിയായി വരിക്കപ്പെട്ടു. നിശ്ചയം, ഖലു എന്നുള്ളത് നിശ്ചയം. ഭവതഃ ആത്മാ അർപ്പിതഃ ച, ഭവതഃ അങ്ങേക്കായിക്കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ പഞ്ചമി ഷഷ്ടി ഭവതഃ വരും. ഇവിടെ ചതുർത്ഥി അർത്ഥത്തിൽ അങ്ങേക്കായിക്കൊണ്ട് ആത്മാ അർപ്പിതഃ ച, എൻ്റെ ആത്മാ എന്ന് പറയുമ്പോൾ എൻ്റെ ദേഹം, എൻ്റെ ഹോൾ ബീയിങ്. അപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങേക്കായി അർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കന്യക, അവിവാഹിതയായിട്ടുള്ള ഒരു കന്യക ഒരു പുരുഷനെ മനസ്സുകൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ, തന്നെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരാളെ ചിന്തിക്കുന്നത് ഉത്തമമല്ല, വ്യഭിചാര സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൾറെഡി എന്നെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്നെ അങ്ങ് വേറൊരാളെ വിചാരിച്ചോളൂ, വേറൊരാളെ വിവാഹം കഴിച്ചോളൂ എന്ന് പറയുന്നത് ശരിയല്ല. ആരും പറയാൻ പാടില്ല, അങ്ങും പറയാൻ പാടില്ല. അതുകൊണ്ട് ആത്മാ അർപ്പിതഃ ച, ഹേ അംഗ, അല്ലയോ യോഗ്യനായ ഭഗവാനെ, വിഭോ, സർവസമർത്ഥനായിരിക്കുന്ന ഭഗവാനെ, അങ്ങേക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. അതിനുള്ള പ്രാപ്തിയുള്ള ആളാണ് അങ്ങ്. അതുകൊണ്ട് ഇവിടെ അത്ര ജായാം വിദേഹി, അത്ര ഇവിടെ വന്ന് എന്നെ അങ്ങയുടെ ജായയാക്കി ചെയ്താലും, ജായ എന്ന് പറഞ്ഞാല് അങ്ങയുടെ അങ്ങയിൽ നിന്ന് അങ്ങയുടെ മക്കളെ ജനിപ്പിക്കുന്നവൾ, മക്കളെ ജനിപ്പിച്ചു കഴിയുമ്പോഴാണ് ജായയാവുക. അപ്പൊ അങ്ങയുടെ മക്കളുടെ അമ്മയാക്കി എന്നെ മാറ്റിയാലും, തന്നെ സന്തതിയായി ഭാര്യയിലൂടെ ജനിപ്പിക്കുമ്പോൾ ആ ഭർത്താവിന് അവൾ ജായയാകുന്നു. എന്താ? തന്നെ ജനിപ്പിച്ചവൾ എന്നാണ് അർത്ഥം. തൻ്റെ തന്നെ അമ്മയുടെ സ്ഥാനം കൂടി വരുന്നു. അതുപോലെ വിവാഹം കഴിഞ്ഞിരിക്കുമ്പോൾ അവര് നവവധൂവരന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ. അത് കഴിയുമ്പോൾ സന്തതികളുണ്ടായിക്കഴിഞ്ഞാലോ പിന്നെ ഉത്തരവാദിത്വം കൂടി അവരുടെ ധർമ്മം മാറി. അവർ അച്ഛനമ്മമാർ എന്നുള്ളതായിട്ടുള്ള റോളാണ് പിന്നെ അവരുടെ മുഖ്യധർമ്മം. അച്ഛനമ്മമാരാവുന്നത് വരയ്ക്ക് ഭാര്യ ഭർത്ത എന്നുള്ള അല്ലെങ്കിൽ പതി പത്നി എന്നുള്ള അതിന് മുഖ്യധർമ്മം വരുന്നുള്ളൂ. പിന്നീട് സന്തതികളായി കഴിഞ്ഞാൽ ആ സന്തതികളെ സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ അച്ഛനമ്മ എന്നുള്ള റോളുകൾക്കാണ് മുഖ്യം. അപ്പം അവിടെ ജായ എന്നുള്ളതായിട്ടുള്ള പദം പ്രയോഗിച്ചുകൊണ്ട് അങ്ങയുടെ സന്തതികളെ പ്രസവിച്ച് അങ്ങയുടെ എന്താ പറയുക മാതൃസ്ഥാനത്തിൽ എന്നെ സ്വീകരിച്ചാലും. അപ്പൊ പിന്നെ ഉപേക്ഷിക്കാനും പറ്റില്ല. സന്തതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കുന്ന പ്രശ്നവും ഇല്ല. കാരണം സന്തതികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും തങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റില്ലാത്തവർ പോലും ചേർന്ന് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങയെ എൻ്റെ ജായയാക്കി, എന്നെ അങ്ങയുടെ ജായയാക്കി ഇവിടെ വന്ന് അത്ര ജായാം വിദേഹി, ജായയാക്കി ചെയ്താലും. ഹേ വീര, ഭഗവാനെ, സംഭവം അങ്ങ് പരാക്രമിയാണ്, അങ്ങേക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, ശൂരനാണ്, പരാക്രമിയാണ്. ഹേ വീര, മൃഗപതേഹേ ബലിം ഗോമായുവത് ഭാഗം മാം അംബുജാക്ഷ ചൈദ്യ മാ അഭിമർശതു. മൃഗപതേഹേ ബലിം ഗോമായുവത്, ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ്. മൃഗപതി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ പതി, രാജാവ് സിംഹം. സിംഹത്തിന്റെ ബലി എന്ന് പറഞ്ഞാൽ സിംഹത്തിനുള്ളതായിട്ടുള്ള ഭക്ഷണം, സിംഹത്തിന് കഴിക്കാനുള്ളതായിട്ടുള്ള ഭാഗം, അതിനെ ഗോമായുവത്, ഗോമായു എന്ന് പറഞ്ഞാൽ കുറുക്കൻ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ അങ്ങയുടെ ഭാഗമായ ഭാഗം മാം, അങ്ങേക്ക് ചേരേണ്ട ഭാഗമായിട്ടുള്ള സിംഹത്തിന്റെ ഭക്ഷണം പോലെ പരാക്രമിയായ നരസിംഹനായ അങ്ങേക്ക് ചേരേണ്ട ഈ ലക്ഷ്മിയായ എന്നെ അംബുജാക്ഷ താമരക്കണ്ണ ചൈദ്യ മാ അഭിമർശതു. ചൈദ്യ ചേതി രാജാവായ ശിശുപാലൻ, മാ അഭിമർശതു, എന്നെ അഭിമർശിക്കരുത്. മാ അങ്ങനെ അരുത്. അപ്പൊ അഭിമർശിക്കുക, സ്പർശിക്കുക. അപ്പൊ എന്നെ വന്ന് സ്പർശിക്കാൻ ഇടയുണ്ടാവരുത്.
ശിശുപാലൻ വന്ന് എന്നെ സ്പർശിക്കാൻ ഒരിക്കലും ഇടയുണ്ടാക്കരുത്. അങ്ങ് തന്നെ വന്ന് അങ്ങേക്ക് അർഹതപ്പെട്ടാണ്. കാരണം ഞാൻ എന്നെ ബലിയായി അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സിംഹത്തിന്റെ ഭക്ഷണത്തെ, സിംഹത്തിനുള്ളതായിട്ടുള്ള ബലിയെ കുറുക്കൻ വന്ന് തട്ടിക്കൊണ്ടുപോയാൽ അത് ആർക്കാ നാണക്കേട്? സിംഹത്തിനാണ് നാണക്കേട്. സിംഹം അങ്ങനെ ഒരിക്കലും അനുവദിക്കില്ല. തനിക്ക് ഉള്ള ഭാഗം സിംഹഭാഗം എന്ന് പറയും. ആ സിംഹഭാഗം ഭക്ഷിച്ചതിന് ശേഷം ഉച്ഛിഷ്ടം വലതൊക്കെ ഉണ്ടെങ്കിലാണ് ഗോമായുക്കൾക്ക് കൊടുക്കുക. എല്ലും തോലും അല്ലേ, വാലും എന്ന് പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ തനിക്ക് ആവശ്യമില്ലാത്തതൊക്കെ മറ്റു കുറുനരികൾക്കും ചെന്നായ്ക്കൾക്കും കഴുതപ്പുലികൾക്കും ഒക്കെ വിട്ടുകൊടുക്കും. ബാക്കി മെയിൻ ഫ്ലഷ് എല്ലാം ആർക്കുള്ളതാണ്? സിംഹത്തിനുള്ളതാണ്. അതാണ് സിംഹഭാഗം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സിംഹഭാഗത്തെ സിംഹം തൊടുന്നതിന് മുമ്പേ തന്നെ കുറുക്കൻ വന്ന് അപഹരിച്ചിട്ട് പോയാൽ ആ സിംഹം ആ കാട്ടിലെ രാജാവായിരിക്കാൻ, മൃഗപതിയായിരിക്കാൻ എന്തർഹതയാണുള്ളത്? അതുപോലെ അങ്ങ് ഈശ്വരനായിരിക്കാൻ, അല്ലേ, അങ്ങ് വീരനായിരിക്കാൻ, വിഭുവായിരിക്കാൻ എന്ത് പിന്നെ യോഗ്യതയാണുള്ളത്? അപ്പോൾ വിഭുവും വീരനും എല്ലാമായിരിക്കുന്ന അങ്ങ് എന്നെ വന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കല്ല നാണക്കേട്, അങ്ങേക്കാണ് നാണക്കേട്. ഞാൻ എന്നെ ബലിയായിട്ട് അങ്ങേക്ക്, സിംഹമായ നരസിംഹമായ അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു കുറുക്കന്മാരും, അഥവാ ചേതി രാജാവായ കുറുക്കൻ, ചേതി രാജാവിനെ വെറും കുറുക്കനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ, ഹേ അംബുജാക്ഷ, ഇവൻ വന്ന് എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ഇടയുണ്ടാക്കരുത്, അത് അങ്ങേക്ക് നാണക്കേടുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ ഭർത്താവായി വരിച്ചു കഴിഞ്ഞു, അഥവാ എന്നെ ബലിയായി സമർപ്പിച്ചു കഴിഞ്ഞു. തന്മേ ഭവാൻ ഖലു വൃദ്ധഃ പതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീരഭാഗമഭിമർശതു ചൈദ്യ ആരാത് ഗോമായുവത് മൃഗപതേർ ബലിമംബുജാക്ഷ. അപ്പോൾ ഈ കുറുക്കനായിട്ടുള്ള ചൈദ്യൻ വന്ന് എന്നെ തട്ടിക്കൊണ്ടു പോകാതെ അങ്ങ് നോക്കണം എന്നർത്ഥം. പൂർത്തേഷ്ടദത്ത നിയമവ്രതദേവ വിപ്രഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശഃ ആരാധിതോ യദി ഗദാഗ്രജയേത്യപാണിം ഗൃഹാതു മേ നദമഘോഷസുതാദയോന്യേ. പൂർത്തേഷ്ടദത്ത നിയമവ്രതദേവ വിപ്രഗുരുവർച്ചനാദിഭിരലം ഭഗവാൻ പരേശഃ ആരാധിതോ യദി ഗദാഗ്രജയേത്യപാണിം ഗൃഹാതു മേ നദമഘോഷസുതാദയോന്യേ. അപ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ട് ദേവിയുടെ ആ ഒരു സമർപ്പണം ഒരു പരിഭ്രമത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. താൻ ജന്മജന്മാന്തരങ്ങളിൽ എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭഗവാനെ ഞാൻ വേണ്ട പോലെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ വന്ന് എന്നെ സ്വീകരിക്കട്ടെ, എൻ്റെ കൈപിടിക്കട്ടെ. അല്ലാതെ ആ ദമഘോഷൻ, ശിശുപാലന്റെ അച്ഛൻ്റെ പേരാണ് ദമഘോഷൻ, ചേതി രാജാവായിട്ടുള്ള ദമഘോഷൻ, അദ്ദേഹത്തിൻ്റെ പുത്രന്മാര് അല്ലെങ്കിൽ പുത്രൻ മുതലായവരല്ല, അന്യരല്ല. ദമഘോഷസുതാദയ അന്യേ നമേ പാണിം ഗൃഹാതു. എൻ്റെ പാണിയെ അവരല്ല ഗ്രഹിക്കേണ്ടത്. പാണിഗ്രഹണം ചെയ്യാൻ അർഹനായിട്ടുള്ളത് അങ്ങ് തന്നെയാണ്, അങ്ങാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ജന്മജന്മാന്തരങ്ങളിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ, സുഹൃതകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടെങ്കിലും അങ്ങ് വന്ന് എന്നെ കൊണ്ടുപോകണം. ഇനി അഥവാ എനിക്ക് പുണ്യം പോരാന്ന് തോന്നുകയാണെങ്കിലോ ഞാൻ എന്നെ ദമഘോഷസുതാദികൾക്ക് കൊടുക്കില്ല എന്ന് പിന്നീട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനിയും പുണ്യം തികയില്ലെങ്കിൽ, എന്നെ കൊണ്ടുപോകാനുള്ള അർഹത എനിക്കില്ലെങ്കിൽ, ഇനിയും ജന്മജന്മാന്തരങ്ങളിൽ ഞാൻ തപസ് ചെയ്ത് എൻ്റെ ശരീരത്തെ ക്ഷയിപ്പിച്ച് 100 ജന്മം വേണ്ടി വന്നാലും ഞാൻ അങ്ങയെ തന്നെ തപസ് ചെയ്ത് അങ്ങയെ തന്നെ പ്രാപിക്കും. അപ്പോൾ എനിക്ക് പുണ്യം കുറവുണ്ടെങ്കിൽ അതാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വല്ല പുണ്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യത്തിൻ്റെയൊക്കെ ഫലമായിട്ട്, അപ്പോൾ ഏതൊക്കെ പുണ്യങ്ങൾ?
പൂർത്ത ഇഷ്ട ദത്ത നിയമ വ്രത ദേവ വിപ്ര ഗുരു അർച്ചനാദിഭിഹി. ഇതൊക്കെ എന്തിനുള്ളതാണ്? ഭഗവാൻ പരേശഃ ആരാധിതഃ, ഭഗവാൻ പരമേശ്വരനെ ആരാധിക്കാനുള്ള ഉപായങ്ങളാണ്, വഴികളാണ് ഇതെല്ലാം. എപ്പോഴും ഭഗവാൻ പരമേശ്വരനെ നേരിട്ട് ആരാധിക്കണം എന്നില്ല. ഭഗവാൻ മറ്റു വഴികൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നിടത്തൊക്കെ ആരാധിച്ചാൽ അത് എനിക്കുള്ള ആരാധന തന്നെയാണ്. നിങ്ങൾ ഇന്ന സൽക്കർമ്മം ചെയ്താൽ അത് എനിക്കുള്ള ആരാധന തന്നെയാണ്. മാനവസേവ മാധവ സേവ തന്നെയാണ്, നരസേവ നാരായണ സേവ തന്നെയാണ്, ജീവസേവ ജനാർദ്ദന സേവ തന്നെയാണ്, പശുസേവ പശുപതി സേവ തന്നെയാണ്. ഭഗവാൻ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് എന്തൊക്കെ സൽക്കർമ്മങ്ങൾ, അതൊക്കെ ഭഗവാനുള്ള ആരാധനയാണ്. അപ്പൊ പൂർത്തം എന്ന് പറഞ്ഞാല് പണ്ടുകാലത്ത് ചെയ്യുന്ന സാമൂഹ്യ സേവന കർമ്മങ്ങളൊക്കെ പൂർത്തങ്ങളാണ്. പണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി കിണറുകൾ കുഴിച്ചു കൊടുക്കുക, തടാകങ്ങൾ അല്ലെങ്കിൽ കുളങ്ങൾ കുഴിച്ചു കൊടുക്കുക, ഗതാഗത സൗകര്യത്തിനായിട്ട് റോഡുകൾ നിർമ്മിച്ചു കൊടുക്കുക, അതുപോലെ വഴിയിൽ സത്രങ്ങൾ നിർമ്മിക്കുക, വഴിയമ്പലങ്ങൾ, രാത്രികളിൽ താമസിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള വ്യവസ്ഥകൾ ചെയ്യുക, വഴിയിൽ പശുക്കൾക്ക് വെള്ളം കുടിക്കാനുള്ളതായിട്ടുള്ള തൊട്ടികൾ ഉണ്ടാക്കി വെക്കുക, കൽത്തൊട്ടികൾ. അതുപോലെ തന്നെ ഭാരം ചുമന്നു പോകുന്നവർക്ക് ഭാരം ഇറക്കി വെക്കാനായിക്കൊണ്ടുള്ള ചുമട് താങ്ങികൾ നിർമ്മിക്കുക. അതുപോലെ ദേവാലയങ്ങൾ പണി കഴിക്കുക, അതുപോലെ ലൈബ്രറികൾ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെയുള്ളതൊക്കെ ചെയ്യുന്നതൊക്കെ പൂർത്ത കർമ്മങ്ങളാണ്. ജനങ്ങൾക്ക് പ്രയോജനമുള്ള കർമ്മങ്ങൾ, സാമൂഹ്യ സേവന കർമ്മങ്ങൾ, പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാന്റെ ആരാധന തന്നെയാണത്. വേദങ്ങളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഈ പൂർത്ത കർമ്മങ്ങളൊക്കെ. അത് സ്മൃതികളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർത്ത കർമ്മങ്ങൾ. ഇനി ഇഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടി കൊണ്ട് ചെയ്യുന്നത്. ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടിക, ഇഷ്ടി ചെയ്യുന്നത് യാഗം, ഇഷ്ടിക്ക് ഉപയോഗിക്കുന്നത് ഇഷ്ടിക. അപ്പോൾ യാഗങ്ങളാണ് ഇഷ്ടം. പൂജാദികൾ എന്നൊക്കെ അർത്ഥം തന്നെ. ഈശ്വര ആരാധന, ദേവ ആരാധന, ഇന്ദ്രാദി ദേവന്മാർക്കൊക്കെ യാഗങ്ങളിലൂടെ ചെയ്യുന്നത്. അതുപോലെ സ്വയം ദിവസേന അഗ്നിഹോത്രാദികൾ ചെയ്യുന്നതൊക്കെ ഇഷ്ടിയാണ്. അതുപോലെ ദത്തം എന്ന് പറഞ്ഞാൽ ദാനങ്ങൾ കൊടുക്കുക. അർഹിക്കുന്നതായിട്ടുള്ള പാത്രങ്ങൾക്ക് ദേശം കാലം അനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ഉത്തമങ്ങളായിട്ടുള്ള ദാനം കൊടുക്കുക, അതാണ് ദത്തം. അപ്പൊ നല്ല ദാനങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ, എൻ്റെ നിയമങ്ങളെല്ലാം, നിത്യ നൈമിത്തിക കർമ്മങ്ങളെല്ലാം വേണ്ട പോലെ പരിപാലിക്കുക, എന്നാൽ ബാധ്യസ്ഥമായിട്ടുള്ള ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുക, ഇതൊക്കെ നിയമങ്ങളാണ്. അതുപോലെ വ്രതം, പലതരത്തിലുള്ളതായിട്ടുള്ള വ്രതങ്ങളുണ്ട്. ഈശ്വരനെ ഉപാസിക്കാനുള്ളതാണ് ഏകാദശിയാദി വ്രതങ്ങൾ, ഓരോ വിശേഷ ദിവസങ്ങളിലുള്ളതായിട്ടുള്ള വ്രതങ്ങൾ. അപ്പോൾ വ്രതങ്ങൾ, അതുപോലെ ദേവ വിപ്ര ഗുരു അർച്ചനാദിവി, ദേവന്മാരെ അർച്ചിക്കുക, ഗുരുക്കന്മാരെ അർച്ചിക്കുക, വിപ്രന്മാരെ അഥവാ പണ്ഡിതന്മാരെ ബ്രാഹ്മണരെയൊക്കെ ആരാധിക്കുക, അവരെ പൂജിക്കുക, അവരെ സൽക്കരിക്കുക, അവരെ ബഹുമാനിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ പൂജയായിട്ടാണ് പറയണത്. അതാണ് പരേശഃ ഭഗവാൻ ആരാധിതഃ യതി. പരേശനായ പരമേശ്വരനായ ഭഗവാൻ ഈ കർമ്മങ്ങളെ കൊണ്ടൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് ജന്മാന്തരങ്ങളിൽ ഈ ജന്മത്തിലും ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പൂർത്ത ഇഷ്ട ദത്ത നിയമ വ്രത ദേവ വിപ്ര ഗുരു അനലാദി ഗുരു അർച്ചനാദിഭിഹി, അലം എന്ന് പറഞ്ഞാൽ മതിയാവോളം, വേണ്ട പോലെ എന്നൊക്കെ അർത്ഥം. ഭഗവാൻ പരേശഹാരാധിതോ യതി, ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഗദാഗ്രജഃ യത്യ പാണിം ഗൃണ്ണാതുമേ. ഗദാഗ്രജൻ എന്നുള്ളത് ഭഗവാന് പേരാണ്. എന്താ, ഭഗവാന് വസുദേവർക്ക് ദേവകിയിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഭഗവാന്റെ താഴെ ഉണ്ടായിട്ടുള്ള ഒരു പുത്രനായിട്ടാണ് ഗദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഗദന്റെ ജ്യേഷ്ഠ ദേവകിയിൽ തന്നെയാണോ മറ്റ് ഏതെങ്കിലും ഭാര്യമാരിലാണോ ഓർമ്മ വരുന്നില്ല. അപ്പൊ ഗദൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു അനുജനുണ്ട്. ആ ഗദന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് ഗദാഗ്രജൻ.
അപ്പോൾ ഗദാഗ്രജനായ കൃഷ്ണൻ ഏത്യ എന്ന് പറഞ്ഞാൽ എന്നെ പ്രാപിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പാണിം ഗൃഹാതു, എൻ്റെ പാണിഗ്രഹണം ചെയ്യട്ടെ. അതാണ് വേണ്ടത്. അലം ദമഘോഷസുതാദയ അന്യേ അല്ലാതെ കുറുക്കന്മാരുടെ പട്ടികയിൽപ്പെടുത്തിയ അല്ലെ ഗോമായുവത് എന്ന് മുമ്പേ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ദമഘോഷസുതാദികൾ, ശിശുപാലാദികൾ ആയിട്ടുള്ള അന്യ, ശിശുപാലനല്ല എന്നാ പിന്നെ വേറെ അതിലും യോഗ്യനായിട്ടുള്ള ഒരാള് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ സമ്മതമല്ല. ശിശുപാലനും ശിശുപാലനെ പോലെയുള്ള അല്ലെങ്കിൽ അതിലും കേമന്മാരായിട്ടുള്ള ആരെങ്കിലും നീ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അതെനിക്ക് സമ്മതമല്ല. ഭഗവാനെ ഒഴിച്ച് വേറെ എത്ര യോഗ്യരായിട്ടുള്ള ആരോ ആയിക്കോട്ടെ, അന്യരാരും എന്നെ വന്ന് പാണിഗ്രഹണം ചെയ്യരുത് എന്ന് മറ്റുള്ള എല്ലാ എന്താ പറയുക കാര്യങ്ങളെയും നിഷേധിച്ചു എന്നർത്ഥം. അപ്പൊ ഏകാന്ത ഭക്തി, അനന്യഭക്തി, വേറൊന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി എന്നുള്ള ആ ഒരു പൂർണ്ണ സമർപ്പണം, ശരണാഗതി ആ ദേവി പ്രകടിപ്പിച്ചു. വേറെ എന്നെ എത്ര ശക്തന്മാരോ എത്ര പ്രഗത്ഭന്മാരോ ആയിട്ടുള്ള ആളുകളും എന്നെ വിവാഹം കഴിക്കണ്ട, ഏതെങ്കിലും പറഞ്ഞ് മടക്കി അയക്കണ്ട എന്ന് പറയാ ഈ ദൂതനെ. എന്നാ ദമഘോഷസുതനോടല്ലേ വിരോധമുള്ളൂ, അയാളെയല്ലേ കുറുക്കനായിട്ട് കണക്കാക്കിയുള്ളൂ. വേറെയും പുലികളും കടുവകളും ആനകളും ഒക്കെ ഉണ്ട്, യോഗ്യരായിട്ടുള്ള രാജാക്കന്മാര്, അവരെ വിവാഹം കഴിച്ചോളൂ എന്ന് ഒരു മറുപടി അയക്കരുത്. പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവ വിപ്രഗുർവർച്ചനാദിഭിർ അലം ഭഗവാൻ പരേശഃ ആരാധിതോ യതി ഗദാഗ്രജയേത്യ പാണിം ഗൃഹാതു മേ നദമഘോഷസുതാദയോന്യേ. അപ്പൊ തന്റെ പരിപൂർണമായിട്ടുള്ള നിശ്ചയം, സമർപ്പണം, ഭഗവാൻ അല്ലാതെ വേറൊരാളെയും താൻ വിവാഹം കഴിക്കില്ല എന്നുള്ള ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു. ശരി, അപ്പൊ ഇനിയിപ്പോ എപ്പോഴാണ് വരേണ്ടത് ഞാൻ ആലോചിക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാന്നാണെങ്കിൽ പറ്റില്ല, അമാന്തം പറ്റില്ല. ഇമ്മീഡിയറ്റ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നാണ് മെസ്സേജ്. അപ്പൊ അത് പറയാൻ പോണം. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പൃതനാപതിഭിഃ പരീദഃ നിർമധ്യ ചൈദ്യമഗതേന്ദ്രഫലം പ്രസഹ്യ മാം രാക്ഷസേന വിദിനോദ്വഹ വീര്യശുൽക്കാം. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പൃതനാപതിഭിഃ പരീദഃ നിർമധ്യ ചൈദ്യമഗതേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. രുക്മിണീദേവിയുടെ പരിഭ്രമം കൊണ്ട് ഭഗവാൻ സർവജ്ഞനാണ്, എന്തു ചെയ്യണം എന്നൊക്കെ ഭഗവാൻ അറിയാം, ഞാനൊന്നും പറയേണ്ടതില്ല എന്നൊന്നുമല്ല കരുതുന്നത്. കൃത്യമായിട്ട് തൻ്റെ കാര്യം താൻ തന്നെ പറയുകയാണ്. ഭഗവാൻ എങ്ങനെയൊക്കെ വരണം, എന്തൊക്കെ ചെയ്യണം, എവിടെ വെച്ച് തന്നെ കൊണ്ടുപോകാം, എല്ലാ ഡീറ്റെയിൽസും രുക്മിണീദേവി തന്നെ കൊടുക്കുകയാണ്. എവിടെ വെച്ച് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ സൗകര്യം എന്ന്, എപ്പോൾ, കൃത്യമായിട്ടുള്ള ടൈം, സ്പേസ്, ലൊക്കേഷൻ എല്ലാം കൊടുക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നമ്മുടെ ഗുരുനാഥന്മാർ പറയും. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നമുക്ക് സാധിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പറയണം എന്നാണ്. അതിനാണ് ഈ പൂജ ആരംഭിക്കുന്നതിന് മുമ്പുള്ള സങ്കല്പം. ആ സങ്കല്പത്തിൽ പറയും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂജ ചെയ്യുന്നത് എന്ന്. അപ്പൊ ആദ്യം തന്നെ എൻ്റെ ജന്മാന്തര ദുരിതങ്ങൾ ക്ഷയിക്കാനുള്ള പ്രാർത്ഥന ചെയ്യും. അതെന്തിനാ വെച്ചാല് ഇനിയും പുതിയ വാസനകൾ ഉണ്ടാവാതിരിക്കാം. ഇപ്പൊ ഞാനൊരു ചെറിയൊരു സകാമ കർമ്മമാണ് ചെയ്യുന്നത്. ഭഗവാനെ പൂജിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അപ്പൊ അതിലൊരു സകാമതയുണ്ട്. ആ വാസന വീണ്ടും വർദ്ധിച്ചു വരാതിരിക്കാൻ വേണ്ടി മുമ്പേ തന്നെ ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയണു. മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം എന്ന് ഒരു കണ്ടീഷൻ വെച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള
ഇതുവരെ സമ്പാദിച്ച സഞ്ചയിച്ച ദുരിതങ്ങൾ അഥവാ പുണ്യപാപങ്ങൾ എനിക്ക് ദുഃഖങ്ങൾ തരുന്ന ദുഃഖ പരമ്പരകളിലേക്ക് സംസാരത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നത് എൻ്റെ പുണ്യപാപങ്ങളാകുന്ന കർമ്മവാസനകളാണ്. ഈ കർമ്മവാസന കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ആഗ്രഹമുണ്ടായത്. എനിക്കിന്നത് വേണം എന്നുള്ള ഒരു ഡിമാൻഡ് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥനാരൂപത്തിൽ ഞാൻ അർപ്പിക്കുന്നത്. അപ്പം ഇനിയും ഇതുപോലെയുള്ള ആഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ വളർന്നു വരാതിരിക്കാനായിക്കൊണ്ട് ഞാനൊരു സങ്കല്പം ചെയ്യുന്നു. എൻ്റെ ദുരിതം ക്ഷയിക്കണം, എൻ്റെ കർമ്മവാസനകൾ ക്ഷയിക്കണം. പക്ഷെ ഇപ്പം നിവൃത്തിയില്ല, എനിക്ക് ഇതൊന്ന് ഒരപേക്ഷയുണ്ട്, ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണം എന്ന് പറയണ. എന്താണ് സാധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് തനിക്ക് സാധിച്ചു തരാനുള്ളത് എന്നുള്ളത് പിന്നീട് പറയുന്നു. അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ഈ പ്രാർത്ഥനകളിലെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. നമ്മുടെ ഗുരുനാഥൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനായിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പൂജാദികൾ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനകൾ ഭഗവാൻ സർവജ്ഞനല്ലേ, അദ്ദേഹത്തിന് എല്ലാം അറിയാലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ലാത്ത പോലെയാണ്. ഇപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് നിശ്ചയം ഉണ്ടാവണം. ആ നിശ്ചയത്തെ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിവേദനം ചെയ്യണം. ഭഗവാൻ സർവജ്ഞൻ തന്നെയാണോ, ഒന്നും അറിയാത്തത് കൊണ്ടൊന്നും അല്ല. ആദ്യം നമ്മുടെ ഉള്ളിൽ നിശ്ചയം വേണം, നമുക്ക് വേണോ വേണ്ടയോ എന്ന്. ഭഗവാൻ അവിടെ കാത്തിരിക്കണം, നിങ്ങൾക്ക് വേണോ, ഏതാ വേണ്ട, എന്താ വേണ്ട, എപ്പോഴാ വേണ്ട, അതറിഞ്ഞാലേ ഭഗവാൻ ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യണം. അതിന് ദോഷമൊന്നുമില്ല, ആർക്കും പ്രാർത്ഥിക്കാം. അർത്ഥാർത്ഥികളായും ആർത്ഥന്മാരായും ജിജ്ഞാസുക്കളായും ഭഗവാനെ പ്രാർത്ഥിക്കാം. അല്ല ഒന്നുമില്ല, ഡിമാൻഡുകൾ ഒന്നുമില്ലെങ്കിലോ ജ്ഞാനിയായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഭഗവാനോടുള്ള കൃതജ്ഞതയോടുകൂടെ ഭഗവാനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ അത് കാണിച്ചു തരുന്നു ആര്? രുക്മിണി ദേവി എന്താണ് തനിക്ക് വേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, അത് സർവജ്ഞനായിട്ടുള്ള ഭഗവാന് പോലും ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പം എപ്പോൾ വരണം? ശോഭാവിനി, ശോ എന്ന് പറഞ്ഞാൽ സ്വഹ, നാളെ എന്ന അർത്ഥത്തിലാണ്. അത് ഇമ്മീഡിയറ്റ് എന്നുള്ള അർത്ഥത്തിൽ നാളെ ആവാം, മറ്റന്നാളാവാം. നമ്മൾ പറയാറില്ലേ, നാളത്തെ കാര്യം ആർക്കറിയാം എന്ന് പറഞ്ഞാൽ നാളത്തെ മാത്രമല്ല, മറ്റന്നാളത്തെ കാര്യവും അതിൻ്റെ അപ്പുറത്തെ ദിവസത്തെ കാര്യവും കുറിച്ചാണ് നമ്മൾ അങ്ങനെ നാളെ എന്ന് പ്രയോഗിക്കുന്ന. ആ രീതിയിലാവട്ടെ ഈ ശോ ഭാവിനി എന്നുള്ള പ്രയോഗം. ശോ നാളെ, സ്വഹ ഭാവിനി ഭവിക്കാനിരിക്കുന്ന എന്നാണ്. ഭാവിനി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഉദ്വഹനെ, ഉദ്വഹനം വിവാഹം. അപ്പം നാളെ നടത്താനിരിക്കുന്നതായിട്ടുള്ള വിവാഹത്തിൽ ത്വം ഗുപ്തഃ സമേത്യ, ത്വം അങ്ങ് ഗുപ്തനായിട്ട് എന്ന് പറഞ്ഞാലോ രഹസ്യമായിട്ട് എന്ന അർത്ഥവുമുണ്ട്, സൈന്യസമേതനായിട്ട് എന്ന്. സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവനായി രക്ഷിക്കപ്പെട്ട എന്ന് വെച്ചാൽ അങ്ങ് ഒറ്റയ്ക്ക് വരണ്ട, നല്ലൊരു സൈന്യവുമായിട്ട് വരൂ. എന്തുകൊണ്ട്? എവിടേക്കാ വരേണ്ടത്? വിദർഭാൻ സമേത്യ എന്ന് പറയുന്നുണ്ട്. വിദർഭാൻ എന്ന് പറഞ്ഞാൽ വിദർഭദേശങ്ങളെ, വിദർഭദേശത്തേക്ക്, അതിൻ്റെ തലസ്ഥാനത്തേക്ക് എന്നൊക്കെ അർത്ഥം. വിദർഭത്തിൻ്റെ തലസ്ഥാനം കുണ്ടിനം എന്ന് പറയുന്ന പുരിയാണ്. ആ കുണ്ടിനപുരിയിലേക്ക് എന്ന് താല്പര്യം. അപ്പോൾ ഭഗവാനെ വിളിക്കുന്നു ഹേ അജിത എന്നും. ശോഭാവിനി ത്വം അജിത. അജിത എന്ന് പറഞ്ഞാൽ അങ്ങയെ ജയിക്കാൻ ആർക്കും ആവില്ല. അങ്ങയ്ക്ക് വന്ന കാര്യം നടത്തിപ്പോകാൻ വിഷമമൊന്നും ഉണ്ടാവില്ല. എങ്കിലും അങ്ങ് വലിയ റിസ്ക് എടുക്കേണ്ട, അങ്ങയുടെ കൂടെ കുറച്ച് സൈന്യം കൂടി ഉണ്ടായിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഗുപ്ത സമേത്യ, സൈന്യസമേതനായി വന്ന്. പൃതനാപതിഭി പരീത എന്നും പറയുന്നുണ്ട്. പൃതനാപതികൾ എന്ന് പറഞ്ഞാൽ സേനാപതികൾ. പൃതന, ചമു, അനീകം എന്നൊക്കെ ഉള്ളത് സൈന്യത്തിന്റെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പോൾ പൃതനാപതിഭി, സേനാപതിഭി പരീത, ചുറ്റപ്പെട്ടവനായിട്ട് എന്തു ചെയ്യണം? നിർമധ്യ ചൈദ്യ മഗധേന്ദ്ര ബലം പ്രസഹ്യ. ചൈദ്യൻ ശിശുപാലൻ, മഗധേന്ദ്രൻ ജരാസന്ധൻ. അപ്പൊ ജരാസന്ധൻ ശിശുപാലനെ സഹായിക്കാനായിട്ട് വലിയ സൈന്യവുമായിട്ട് ഈ വിദർഭ രാജ്യത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അവരെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ചൈദ്യന്റെയും മഗധേന്ദ്രന്റെയും ബലത്തെ നിർമധ്യ നിതരാം മതനം കൃത്വ, നന്നായി മതിച്ചിട്ട്, നശിപ്പിച്ചിട്ട് എന്നർത്ഥം.
അവരെ യുദ്ധത്തിൽ ജയിച്ച് പ്രസഹ്യ ബലാത്കാരേണ, എന്നെ മറ്റുള്ളവരുടെ നടുവിൽ നിന്ന് ബലാത്കാരേണ വീര്യശുൽക്കാമാം രാക്ഷസേന വിധിന ഉദ്വഹ, വീര്യശുൽക്കയായ എന്നെ അങ്ങ് രാക്ഷസവിധി പ്രകാരം ഉദ്വഹ വിവാഹം ചെയ്താലും. ഇപ്പൊ വീര്യശുൽക്ക എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വീര്യം തന്നെയാണ് എൻ്റെ അച്ഛനുള്ള ശുൽക്കം. കന്യയെ സ്വീകരിക്കുമ്പോൾ അങ്ങോട്ട് പ്രതിഫലമായിട്ട് കൊടുക്കുന്ന പതിവുകളൊക്കെ ഉണ്ടായിരുന്നു. ശുൽക്കം, ഇന്നത് തന്നാൽ ഇന്നത് തരണം. നമ്മുടെ പാണ്ഡു മാദ്രി എന്ന രാജകുമാരിയെ വിവാഹം കഴിച്ചത് ആ മാദ്രദേശ രാജാവിന് കുറെ ശുൽക്കം കൊടുത്തിട്ടാണ്. ഭീഷ്മര പോയിട്ട് വിവാഹം ഉറപ്പിച്ചപ്പോൾ ആ രാജാവ് പറഞ്ഞു, മാദ്ര രാജാവ് പറഞ്ഞു, ഞങ്ങള് നിങ്ങളുടെ തുല്യരല്ല, അതുകൊണ്ട് കുറെ ഭൂമിയും കുറെ സൈന്യവും ഒക്കെ ഞങ്ങൾക്ക് തരൂ, എന്നാൽ ഞാൻ എൻ്റെ മകളെ തരാമെന്ന്. അപ്പോൾ അതൊരു പ്രതിഫലം, ശുൽക്കം. അവിടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രതിഫലം. അപ്പൊ വീര്യശുൽക്കം എന്ന് പറഞ്ഞാൽ വീര്യം പ്രകടിപ്പിക്കുന്നത് തന്നെ ശുൽക്കം. ശക്തനാണ് എന്ന് തെളിയിക്കുക, അത് തന്നെയാണ് പ്രതിഫലം. നമ്മുടെ അർജുനൻ പാഞ്ചാലി വിവാഹം കഴിക്കുന്നത് വീര്യശുൽക്കമാണ്. തൻ്റെ വീര്യം ആ വില്ലേന്തി അത് കൊലച്ച് യന്ത്രത്തിൽ കറങ്ങുന്നതായിട്ടുള്ള ആ മത്സ്യത്തെ ഛേദിച്ച് തൻ്റെ വീര്യം പ്രകടിപ്പിച്ച് അതിൻ്റെ ശുൽക്കമായി പാഞ്ചാലിയെ വരിച്ചു. സീതാ സ്വയംവരം ശ്രീരാമസ്വാമി തൻ്റെ വീര്യം പ്രകടിപ്പിച്ചിട്ടാണ്. ഇങ്ങനെ ഓരോ പ്രതിഫലം എന്നുള്ള അർത്ഥത്തിൽ ശുൽക്കം. അപ്പൊ വീര്യത്തെ പ്രതിഫലമായി കൊടുത്തിട്ട് തന്റെ ശക്തിയെ പ്രകടിപ്പിച്ചുകൊണ്ട് വീര്യശുൽക്കയായ മാം എന്നെ രാക്ഷസേന വിധിന, രാക്ഷസം എന്ന വിധിപ്രകാരം, വിവാഹങ്ങള് പല പ്രകാരത്തിലുണ്ട്, അഷ്ടവിധികളാണ്. അതിലേറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് ബ്രാഹ്മം എന്ന് പറയുന്നതായിട്ടുള്ള വിവാഹം. അത് കഴിഞ്ഞ് പ്രാജാപത്യം, അത് കഴിഞ്ഞ് ഗാന്ധർവം, അത് കഴിഞ്ഞാണ് രാക്ഷസം, ആസുരം, പൈശാചികം എന്നൊക്കെ പറഞ്ഞ വിവാഹങ്ങൾ ഉണ്ട്. അപ്പൊ അതിൽ രാക്ഷസവിധി എന്ന് പറയുന്നത് ശത്രുക്കളെ അല്ലെങ്കിൽ താൻ സ്വയംവരത്തിൽ വരിക്കാൻ വന്ന ആ കന്യകയെ വരിക്കുമ്പോൾ ആരൊക്കെ തടസ്സം നിന്നു അവരെയൊക്കെ ജയിച്ചിട്ട്, അവരെയൊക്കെ യുദ്ധത്തിൽ ജയിക്കുക, അതാണ് ഇവിടുത്തെ രാക്ഷസ വിധി. അത് രാജാക്കന്മാർക്ക്, ക്ഷത്രിയന്മാർക്ക് അനുവദിച്ചിട്ടുള്ളതാണ് രാക്ഷസവിധി. അപ്പോ ജരാസന്ധന്റെയും ശിശുപാലന്റെയും സൈന്യത്തെ നശിപ്പിച്ച് മതിച്ച് ബലാത്കാരത്തോടെ വീര്യശുൽക്കയായ എന്നെ രാക്ഷസവിധി പ്രകാരം ഉദ്വഹ അങ്ങ് കൊണ്ടുപോയാലും. അപ്പോൾ ശരിക്കുള്ള പ്ലാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ് എന്ന് പറയാം അല്ലേ. ഇപ്പോഴത്തെ പല പെൺകുട്ടികളും ഒളിച്ചോടി പോകുന്നത് ഇപ്പം മൊബൈലിലൂടെ സൗകര്യമുണ്ട്. ലൊക്കേഷൻ ഇട്ട് കൊടുക്കാനും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും, ഞാൻ ഇന്ന കളർ ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത്ര നമ്പർ പോസ്റ്റിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന സീറ്റിൽ ഇരിപ്പുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാൻ പറയും അല്ലേ. ഇത് ആദ്യം ചെയ്ത ആളാരാ? ഇത് രുക്മിണി ദേവി പണ്ടേ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ഫാഷനൊന്നുമല്ല. രുക്മിണി ദേവി തന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. എന്ന് വെച്ചാൽ അങ്ങയെ ചേരാനുള്ളവളാണ് ഞാൻ. അങ്ങ് പണ്ട് സമുദ്രമതലം ചെയ്തപ്പോൾ ലക്ഷ്മി ദേവി പൊങ്ങി വന്നപ്പോൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ സൈന്യ സമുദ്രത്തെ മതനം ചെയ്ത് അതിൽ നിന്ന് എന്നെ ലക്ഷ്മി ദേവിയാകുന്ന അല്ലെ അംശം കൊണ്ട് ലക്ഷ്മി ദേവിയായിരിക്കുന്ന എന്നെ അങ്ങ് സ്വീകരിച്ചാലും, അങ്ങയുടെ പരാക്രമത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ സ്വീകരിച്ചാലും ഞാൻ അങ്ങയെ പിരിയാൻ ഇഷ്ടപ്പെടാത്ത മഹാലക്ഷ്മിയാകുന്നു, അനപായിനി ലക്ഷ്മിയാകുന്നു ഞാനെന്ന് സൂചിപ്പിക്കുകയാണ്. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പൃതനാപതിഭിഃ പരീദഃ നിർമധ്യ ചൈദ്യമഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. അപ്പോ വിദർഭം മൊത്തത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വന്ന് ഞാൻ ഈ ശിശുപാല ജരാസന്ധാദികളുടെ സൈന്യം മാത്രമല്ലല്ലോ, അവിടെ രുക്മിയും വിദർഭദേശത്തെ സൈന്യവും ഉണ്ടാവും. അപ്പോൾ നിന്റെ ബന്ധുക്കള്, സഹോദരന്മാര് ഒക്കെ ഉണ്ടാവും.
അവരെയൊക്കെ ഞാൻ ജയിക്കേണ്ടി വരില്ലേ, അല്ലെങ്കിൽ അവരെയൊക്കെ കൊല്ലേണ്ടി വന്നാലോ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഒരുപാട് ബന്ധുക്കളുടെ വധം അവിടെ വേണ്ടി വന്നാലോ, കൊട്ടാരത്തിലേക്ക് വന്നാൽ, അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഞാൻ നിന്നെ വലിയ ദോഷമില്ലാതെ നിന്റെ ബന്ധുക്കൾക്ക് യാതൊരു ഹാനിയുമില്ലാതെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്ന് ഭഗവാൻ ചോദിക്കുകയാണെങ്കിൽ അതിന് മുൻകൂട്ടി തന്നെ ദേവി തന്നെ പ്ലാൻ കൊടുക്കുന്നു. അത് അന്തഃപുരത്തിലേക്ക് വരണ്ട കേട്ടോ. അന്തഃപുരത്തിലാവുമ്പോഴാണ് എൻ്റെ ബന്ധുക്കളൊക്കെ എതിർക്കുക, അവരെ കൊല്ലേണ്ടി വരിക. പുറത്ത് വെച്ചിട്ടാവാം. പുറത്ത് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകും, ആ സമയത്ത് എന്നെ തട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ ബന്ധുക്കളെ അധികം ഉപദ്രവിക്കേണ്ടി വരില്ല. ഈ പറഞ്ഞ ശിശുപാലൻ്റെയും മഗധൻ്റെയും സൈന്യങ്ങളെയൊക്കെ ജയിച്ചാൽ മതി എന്ന മട്ടിൽ ആ കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നു. അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂ ഗിരിജാമുപേയാത്. അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർഗിരിജാമുപേയാത്. അപ്പോ അന്തഃപുരചരീം ത്വാം ബന്ധൂനനിഹത്യ കഥമുദ്വഹേ ഇതി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഇതി ഇപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്? അന്തഃപുരചരീം ത്വാം, അന്തഃപുരത്തിൽ ചരിക്കുന്നവളായ നിന്നെ, കൊട്ടാരത്തിന്റെ അകത്ത് അന്തഃപുരത്തിൽ ചരിക്കുന്ന നിന്നെ, ബന്ധൂൻ അനിഹത്യ, ബന്ധുക്കളെ നിഹനിക്കാതെ, അനിഹത്യ, നിഹത്യല്ല. അപ്പൊ നിന്റെ ബന്ധുക്കളെ, നിന്റെ സഹോദരന്മാരെ, രക്തബന്ധമുള്ളതായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ഉപദ്രവിക്കാതെ, അനിഹത്യ കഥമുദ്വഹേ, എങ്ങനെ ഞാൻ വഹിച്ചുകൊണ്ട് പോകും നിന്നെ, ഉദ്വാഹം ചെയ്യും, നിന്നെ തട്ടിക്കൊണ്ടുപോകും. ഇതി എന്ന് അങ്ങ് ചിന്തിക്കുകയാണെങ്കിൽ ഉപായം പ്രവദാമി, ഞാൻ തന്നെ ഉപായം പറഞ്ഞു തരാം. എന്റെ ബന്ധുക്കൾക്ക് വലിയ ഉപദ്രവമില്ലാത്ത രീതിയിലുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. എന്താണ്? പൂർവേദ്യഹു മഹതീ കുലദേവി യാത്ര അസ്തി. പൂർവേദ്യുഹു എന്ന് പറഞ്ഞാല് രണ്ടു തരത്തിൽ പറയാം. പൂർവേദ്യു തലേ ദിവസം എന്ന് ഒരർത്ഥം. പൂർവേദ്യുഹു എന്ന് പറഞ്ഞാല് ദ്യുഹു പൂർവേ, ദിവസത്തിന് പൂർവത്തിൽ, ദിവസാരംഭത്തിൽ, പ്രഭാതത്തിൽ എന്നും അർത്ഥത്തിലെടുക്കാം. അപ്പോൾ വിവാഹ ദിവസം രാവിലെ എന്നും എടുക്കാം, അല്ലെങ്കിൽ വിവാഹ തലേന്ന് എന്നും എടുക്കാം. എന്തായാലും രണ്ടർത്ഥത്തിലും നമുക്ക് പ്രശ്നമല്ല, അന്ന് കഴിഞ്ഞുപോയി കാര്യം. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന അർത്ഥം. എന്തായാലും ദേവി പറഞ്ഞു കൊടുത്തു, ഭഗവാന് മനസ്സിലായി, ഭഗവാൻ തട്ടിക്കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമ്മൾ ഈ പൂർവേദ്യു എന്ന് പറഞ്ഞത് ഏത് ദിവസമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ തലമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം എന്തായാലും പൂർവേദ്യു മഹതീ കുലദേവി യാത്ര അസ്തി, മഹത്തായ കുലദേവി യാത്രയുണ്ട്, കുലദേവിയെ തൊഴാൻ പോകുന്നതായിട്ടുള്ള യാത്രയുണ്ട്. രാജകുമാരി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുലദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കണം, അവിടെയുള്ള ബ്രാഹ്മണർക്കൊക്കെ ദാനാദികൾ ചെയ്യണം. അപ്പോൾ ആ ഒരു മര്യാദയുണ്ട്, ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ അത് പ്രകാരം ഞാൻ അതിനായി കൊണ്ടുപോകും. യസ്യാം നവവധൂഹു ബഹിഹി ഗിരിജാമുപേയാത്. യസ്യാം ഏതൊരു ആ കുലദേവി യാത്ര, യസ്യാം യാത്രായാം എന്നർത്ഥം. അപ്പോൾ ഏതൊരു യാത്രയിൽ നവവധൂഹു കല്യാണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന കന്യക, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക, ബഹിഹി ഗിരിജാമുപേയാത് പുറത്തുള്ളതായിട്ടുള്ള അന്തഃപുരത്തിന്റെ പുറം ഭാഗത്തുള്ള ബഹിർഭാഗത്തുള്ള ഗിരിജാമുപേയാത് ഗിരിജയെ സമീപിക്കും, ഉപയാനം ചെയ്യും, ഉപാസിക്കും എന്നൊക്കെ അർത്ഥം. അപ്പോൾ പാർവതീദേവിയെ തൊഴാനായിക്കൊണ്ട്, കുലദേവതയായ പാർവതീദേവിയെ തൊഴാനായിക്കൊണ്ട് ഈ വധു ഒന്നുകിൽ തലേ ദിവസം വൈകുന്നേരം, അല്ലെങ്കിൽ അന്ന് ദിവസം കല്യാണ ദിവസം രാവിലെ നേരത്തെ തന്നെ എന്നൊക്കെ അർത്ഥത്തിൽ ഞാൻ പോകും. ആ സമയത്ത് മതി, എന്തായാലും പുറത്ത് വെച്ച് മതി എന്ന് ഭഗവാനോട് പറയണം. അന്തഃപുരത്തിൽ വെച്ച് അങ്ങ് ബുദ്ധിമുട്ടരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്, എൻ്റെ ബന്ധുക്കളെ കൊല്ലാനൊക്കെ നിന്നു കഴിഞ്ഞാൽ അത് എനിക്കും വിഷമാവും, അങ്ങനെ ഒരു അമംഗളം വേണ്ട, ഇങ്ങനെയാവാം നമുക്ക് എന്ന് പറഞ്ഞ് ദേവി തന്നെ അതിനുള്ള സമയവും സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുത്തു.
അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർഗിരിജാമുപേയാത് യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതമോപഹത്यै യർഹ്യംബുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാത് യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതമോപഹത്यै യർഹ്യംബുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാത്. അപ്പോ താൻ ആ ഭഗവാനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ, അത് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും എന്നുള്ള തൻ്റെ പരിപൂർണ നിശ്ചയത്തെ അവതരിപ്പിക്കുകയാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ നീ കഷ്ടപ്പെടുന്നത്? അച്ഛനമ്മമാര് പറയുന്ന ഏതെങ്കിലും യോഗ്യനായിട്ടുള്ള ഒരു രാജകുമാരനെ കല്യാണം കഴിച്ച് സുഖമായിരുന്നൂടെ എന്ന് ചോദിച്ചാൽ, അങ്ങനെ സാധാരണ രാജകുമാരന്മാർക്കൊന്നും ഒരു യോഗ്യതയുമില്ല. അവരെയൊന്നും ആരും ഭജിക്കുന്നില്ല. അവരുടെ പാദസേവ ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ഋഷീശ്വരന്മാരാരും മെനക്കെടുന്നില്ല. പിന്നെയോ എല്ലാ അറിവുള്ളവരും ഋഷീശ്വരന്മാരൊക്കെ അങ്ങയുടെ പാദത്തെയാണ് സേവിക്കുന്നത്. അതാണ് യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്തി ഉമാപതി ഇവ ആത്മതമോപഹത്यै. അപ്പൊ എല്ലാവരാലും ഭജിക്കപ്പെടുന്ന വരേണ്യനായിട്ടുള്ള പരമയോഗ്യനായിട്ടുള്ള ആള് അങ്ങ് തന്നെയാണ്. മറ്റുള്ളവരൊന്നും അങ്ങയുടെ അയലത്ത് നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല. അപ്പോൾ ഭരിക്കുകയാണെങ്കിൽ അങ്ങയെ തന്നെ ഭരിക്കണം. മറ്റുള്ളതൊക്കെ അനിത്യം അസുഖം, അനിത്യവും അസുഖവുമായിട്ടുള്ള ഒന്നിനെയും ഞാൻ ഭരിക്കുന്നില്ല. അവരെയൊന്നും അവരുടെ ആയുസ്സിന് യാതൊരു ഗ്യാരണ്ടിയില്ല, അവരുടെ ശക്തിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല, അവരുടെ സ്ഥാനങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല, അവരുടെ സ്വഭാവം മാറുന്നതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? ബാക്കിയുള്ളതൊക്കെ അല്പം ഗ്യാരണ്ടി പറഞ്ഞാലും ഈ മനുഷ്യന്റെ സ്വഭാവം മാറുന്നതിന് ഒരു ഗ്യാരണ്ടിയില്ല. ഇന്ന് കാണുന്ന ആളല്ല, നാളെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് യസ്യ അംഗ്രിപങ്കജ രജസ്നപനം, യസ്യ ഏതൊരുവന്റെ അംഗ്രിപങ്കജം പാദകമലം, അതിൻ്റെ രജഹ അതിലെ ധൂളി, അതിൻ്റെ സ്നപനം എന്ന് പറഞ്ഞാൽ അഭിഷേകം. അപ്പം ഏതൊരു ഭഗവാന്റെ പാദകമലത്തിൽ നിന്നുള്ള ധൂളികളെ തൻ്റെ ശരീരത്തിൽ ധരിക്കാൻ, അഭിഷേകം ചെയ്യാനായിട്ട് മഹാന്തഃ വാഞ്ചന്തി, വലിയ വലിയ മഹാത്മാക്കൾ ആഗ്രഹിക്കുന്നു. ആരെ? ഉമാപതിഹി ഇവ, ഉമാപതിയെ പോലെ, ഉമാപതിയും ആഗ്രഹിക്കുന്നു. അതുപോലെയുള്ളതായിട്ടുള്ള മഹാത്മാക്കളൊക്കെ പരമശിവനെ പോലെ തന്നെ മറ്റുള്ള ദേവന്മാരും കേമന്മാരായിട്ടുള്ളവര്, ബ്രഹ്മാദി ദേവന്മാര്, ഋഷീശ്വരന്മാര് എല്ലാവരും അങ്ങയുടെ പാദധൂളികളെ ദേഹത്തിൽ അണിയാൻ കൊതിക്കുന്നു. എന്തിന്? ആത്മതമോപഹത്यै, അവരവരുടെ തമസ്സിന്റെ നാശത്തിന്. എന്താണ് തമസ്? ഏറ്റവും വലിയ തമസ് അജ്ഞാനമാണ്. ഞാനാരെന്നുള്ള അറിവില്ലായ്മ, അല്ലേ? ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള അറിവില്ലായ്മ തന്നെയാണ് തമസ്. അതിൻ്റെ ഫലമായിട്ട് പിന്നെ രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് സ്വാർത്ഥ കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, ഇതൊക്കെ തമസാണ്. ആ പാപത്തിൻ്റെ ഫലമായിട്ട് നരക ദുഃഖങ്ങൾ ഒക്കെ തമസിന്റെ പട്ടികയിൽ പെടുന്നതാണ്. അപ്പോൾ ഏറ്റവും പരമമായിട്ടുള്ള തമസ് അജ്ഞാനം തന്നെ. അങ്ങനെയുള്ള അജ്ഞാനം മുതൽക്ക് അതിൻ്റെ സന്തതികളായിരിക്കുന്ന കാമക്രോധാദികൾ, പുണ്യപാപകർമ്മങ്ങൾ, ഇതിൻ്റെയൊക്കെ അപഹതിക്കായിക്കൊണ്ട്, നാശത്തിനായിക്കൊണ്ട് മഹാദേവനടക്കമുള്ള മഹാത്മാക്കൾ ഏതൊരു ഭഗവാന്റെ പാദധൂളികളെ ശരീരത്തിൽ അഭിഷേകം ചെയ്യാൻ കൊതിക്കുന്നുവോ, യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്തി
ഉമാപതിരിവാത്മതമോ ബഹത്യൈ യർഹി അംബുജാക്ഷ നലഭേയ ഭവത് പ്രസാദം. ഭഗവാനെ ഒരു ഭീഷണിപ്പെടുത്തുന്നു. ഹേ അംബുജാക്ഷ, താമര കണ്ണ, ഭവത് പ്രസാദം നലഭേയായർഹി, അങ്ങയുടെ പ്രസാദം എനിക്ക് ലഭിച്ചില്ല എങ്കിൽ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചില്ല എങ്കിൽ, അങ്ങ് ഈ പറഞ്ഞ സമയത്ത് എന്നെ വന്ന് കൊണ്ടുപോയില്ല എങ്കിൽ, അങ്ങ് എന്നെ നിരാശപ്പെടുത്തി ഉപേക്ഷിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? തർഹി, യർഹി, തർഹി എന്നുള്ളൊരു പ്രയോഗമാണ്. അവിടെ യർഹി മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ, തർഹി അണ്ടർസ്റ്റുഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാദ്. ജഹ്യാം അസൂൻ, അസൂൻ ജഹ്യാം, എൻ്റെ അസുക്കളെ, എൻ്റെ പ്രാണങ്ങളെ, അഹം ജഹ്യാം, ഞാൻ ഉപേക്ഷിക്കും എന്നാണ്. ഞാൻ ത്യജിക്കും. എന്തിനെ? എൻ്റെ പ്രാണങ്ങളെ. എങ്ങനെയുള്ള പ്രാണങ്ങളെ? വ്രതകൃശാൻ, വ്രതം കൊണ്ട് കൃശമാക്കിയിട്ട്. ഇപ്പൊ പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു വഴിയാണ് ശരീരത്തെ ഉപവാസാദി വ്രതങ്ങളെ കൊണ്ട് പ്രാണശക്തിയെ കുറച്ച് കൊണ്ടുവരിക, പ്രാണശക്തി ക്ഷയിപ്പിക്കുക. നിരാഹാര സത്യാഗ്രഹങ്ങളൊക്കെ ദിവസങ്ങളോളം കിടക്കുന്നവര് അല്ലേ, അവരുടെ പൾസും ശ്വാസോച്ഛ്വാസവും ഒക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. കാരണം എപ്പോഴാണ് ഇത് നിന്നു പോകുന്നത് എന്നറിയില്ല, അത്രയും വീക്കായി കഴിഞ്ഞു. അപ്പം അതുപോലെ ഞാൻ എൻ്റെ ശരീരത്തെ കർഷിപ്പിക്കും, വ്രതങ്ങളെ കൊണ്ട് കൃശമാക്കും, എൻ്റെ പ്രാണങ്ങളെ ക്ഷീണിപ്പിക്കും, പ്രാണശക്തിയെ ഞാൻ ഇല്ലാതെയാക്കി പ്രാണനെ ഉപേക്ഷിക്കും. അതാണ് വ്രതകൃശാൻ അസൂൻ ജഹ്യാം, വ്രതകൃശങ്ങളായ എൻ്റെ പ്രാണങ്ങളെ ഞാൻ ഉപേക്ഷിക്കും. അത് ഒരു ജന്മത്തിലല്ല, അങ്ങയെ കിട്ടുന്നത് വരെ 100 ജന്മം എടുക്കേണ്ടി വന്നാലും. അതാണ് ശതജന്മഭിഹി, ശതജന്മഭിഹി, ബഹുജന്മങ്ങളെ കൊണ്ട് സ്യാദ് ഭവിക്കും. അപ്പോഴും ഞാൻ എന്നെ വേറൊരാൾക്കും കൊടുക്കില്ല. ഒരു ശിശുപാലനും എന്നെ കിട്ടുമെന്ന് കൊതിക്കണ്ട. ഏത് ജന്മങ്ങളിലും വേറൊരാളെ ഞാൻ ഭരിക്കുകയില്ല. ഞാൻ എന്നേക്കുമായിട്ട് എൻ്റെ പതിയായിട്ട് അങ്ങയെ തന്നെ വരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് യോഗ്യതയില്ലാന്നോ വേറെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു അങ്ങ് എന്നെ ഉപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഈ ജന്മത്തിലും ശിശുപാലൻ എന്നെ വിട്ടുകൊടുക്കില്ല. എൻ്റെ ശരീരത്തെ വ്രതകർഷിതമാക്കി എൻ്റെ പ്രാണനെ ഞാൻ ഉപേക്ഷിക്കും. വരും ജന്മങ്ങളിലും അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു ഭഗവാനെ തന്നെ കിട്ടാനായിട്ട് താൻ എന്തും ഉപേക്ഷിക്കും, തൻ്റെ പ്രാണനെ വരെ ത്യജിക്കും എന്നുള്ളതായിട്ടുള്ള തീവ്രമായിട്ടുള്ള തൻ്റെ ആ ഒരു ഇച്ഛയെ, തൻ്റെ നിശ്ചയത്തെ, സങ്കല്പത്തെ ഭഗവാന്റെ മുമ്പിലേക്ക് അറിയിച്ചു. തൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭഗവാനാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ഈ ജന്മത്തിൽ എടുക്കണോ ഇനി എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടെടുക്കണോ എന്നൊക്കെ. പക്ഷേ അല്ലേ, ഉപനിഷത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യമൈവൈഷ വൃണുദേ തേന ലഭ്യ തസ്വൈഷ ആത്മാ വിവൃണുദേ തനൂൻ സ്വാം. ആരാണോ ആ ആത്മാവിനെ തന്നെ വരിക്കുന്നത് അവന് ആ ആത്മാ തന്നെ തന്നെ കൊടുക്കും. അപ്പം ആ ഒരു സമർപ്പണ ഭാവം, തനിക്ക് വേറൊന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി എന്നുള്ള അനന്യമായിട്ടുള്ള ഭക്തിയെ, അപൂർണ സമർപ്പണത്തെ ഈ ദേവി, രുക്മിണീ ദേവി പ്രകടിപ്പിച്ചു. യസ്യാംഗ്രി പങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതമോ ബഹത്യൈ യർഹ്യംബുജാക്ഷ നലഭേയ ഭവത് പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാദ്. ഇനി ഇതേ രുക്മിണീ ദേവിയുടെ ഭക്തി തുടർന്നും കാണണമെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ ദേവി പറയുന്ന വാചകങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്. ഇവിടെ 60-ാം അധ്യായത്തിൽ കർഹിചിത് എന്ന് പറയുന്ന 60-ാം അധ്യായം ഇതിൻ്റെ തുടർച്ചയാണ്. ദേവി എത്ര കാലം കഴിഞ്ഞിട്ടും അല്ലേ, മുത്തശ്ശിയായി അനിരുദ്ധന്റെ വിവാഹം കഴിഞ്ഞ കാലത്താണ് ആ 60-ാം അധ്യായത്തിലെ സംഭവം. കർഹിചിത് അധ്യായം, ഭഗവാനും ദേവിയുമായിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക പ്രണയകലഹം. അപ്പൊ അനിരുദ്ധന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നല്ല, കൂടുകയേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഉത്തമമായിട്ടുള്ള
ദാമ്പത്യം അല്ലെങ്കിൽ ഭാര്യ-ഭർത്തൃ സ്നേഹബന്ധം. അപ്പോൾ ദേവി തന്നെ ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞു. ഇനി ഭഗവാനെ വിട്ട് ഭഗവാൻ എന്തെല്ലാം പറഞ്ഞാലും പോകുന്ന പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ആ ദേവിയുടെ സന്ദേശം 7 ശ്ലോകങ്ങൾ ബ്രാഹ്മണൻ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് ബ്രാഹ്മണൻ കൺക്ലൂഡ് ചെയ്യുന്നു. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യ സന്ദേശാഃ യദുദേവ മയാ ഹൃദാഃ വിമൃശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യ സന്ദേശാഃ യദുദേവ മയാ ഹൃദാഃ വിമൃശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ഇതുവരെ രുക്മിണിയുടെ വാക്കുകളാണ് പറഞ്ഞ്. ഇപ്പതാ ബ്രാഹ്മണൻ ഭഗവാനോട് നേരിട്ട് പറയുന്നു, ഹേ യദുദേവ, അല്ലയോ യാദവ പതിയായിരിക്കുന്ന ഭഗവാനേ കൃഷ്ണ, ഇതി ഏതേ ഗുഹ്യ സന്ദേശാഃ മയാ ആഹൃതാഃ. ഇതി ഇപ്രകാരമുള്ള ഏതേ ഈ ഗുഹ്യ സന്ദേശാഃ രഹസ്യ സന്ദേശങ്ങൾ മയാ ആഹൃതാഃ എന്നാൽ കൊണ്ടുവരപ്പെട്ടു. അപ്പം ഞാൻ ഈ കൊണ്ടുവന്നത് അത്യന്തം രഹസ്യമായിട്ടുള്ള രുക്മിണിയുടെ സന്ദേശമാണ്. ഞാനും അങ്ങും രുക്മിണി അല്ലാതെ നാലാമതൊരാൾ അറിയില്ല, അല്ലേ? വേറൊരാൾ ഈ കാര്യം അറിയില്ല. മയാ ആഹൃതാഃ അത്ര യത് കർത്തും, ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് തത് വിമൃശ്യ, അതിനെ വേണ്ട പോലെ അങ്ങ് തന്നെ അങ്ങയുടെ സ്വതന്ത്ര ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലോചിച്ച് അനന്തരം ക്രിയതാം, ഉടനെ തന്നെ, അന്തരം കൂടാതെ. ഇതാണ് അനന്തരം, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നർത്ഥം. അന്തരേണ വിന ഇത് അനന്തരം. അത് സമയം കളയാതെ, അധികം താമസിയാതെ, ക്രിയതാം വേഗം ചെയ്യപ്പെടണം, ഉടനെ ചെയ്യണം എന്തെങ്കിലും. അപ്പോൾ അങ്ങ് ചിന്തിക്കൂ, എങ്ങനെ വേണം കാര്യങ്ങളെന്നൊക്കെ ആലോചിക്കൂ, എന്നിട്ട് നിശ്ചയം പറയൂ, എന്നിട്ട് അങ്ങയുടെ ഇച്ഛ പോലെ ചെയ്യൂ, അങ്ങക്ക് സ്വതന്ത്ര ബുദ്ധി ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ ആ സന്ദേശത്തെ ഇവിടെ ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ചു. ഇപ്പോൾ പന്ത് ഭഗവാന്റെ കോർട്ടിലാണ്. രുക്മിണിയും ബ്രാഹ്മണനും കൂടി പന്തടിച്ച് ഭഗവാന്റെ മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ പന്ത് എവിടേക്ക് ഗോളാക്കണം എന്നുള്ളത് ഭഗവാൻ തീരുമാനിക്കണം. ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീ വിവാഹേ ദ്വിപഞ്ചാശത്തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാളെ രാവിലെ ഉള്ളൂ ക്ലാസ്, വൈകുന്നേരം ഇല്ല. വൈകുന്നേരം ഒരു ലളിതാ സഹസ്രനാമ എന്താണ് സർവൈശ്വര്യ പൂജ, അതിനു മുമ്പൊരു മീറ്റിംഗ് അല്ല. എല്ലാവർക്കും ശുഭരാത്രി. നരസിംഹ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും അഭയത്തിനായിക്കൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ഹരി. നാരായണ. നാളെ രാവിലെ കാണാം.